മലയാള സിനിമയെ സംബന്ധിച്ച് 2024 എന്നത് ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. ഈ കൊല്ലം പുറത്തിറങ്ങിയ പല സിനിമകളും 100 കോടി ക്ലബിൽ ഇടം പിടിച്ചാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചത്. ദേശീയ തലത്തിൽ പോലും നിരൂപക പ്രശംസയും പുരസ്കാരങ്ങളുമാണ് മലയാള സിനിമ വാരിക്കൂട്ടിയത്. ഇപ്പോഴിതാ ഈ വർഷം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ ഇന്ത്യൻ സിനിമകളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് 2 മലയാളം സിനിമകളും. മഞ്ഞുമൽ ബോയ്സും ആവേശവുമാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ആ 2 മലയാള സിനിമകൾ. 7ാം സ്ഥാനമാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയിരിക്കുന്നത്. 10ാം സ്ഥാനത്താണ് ആവേശം ഇടം നേടിയത്. പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ച ഹൊറർ കോമഡി സിനിമയായ സ്ത്രീയുടെ 2ാം ഭാഗമാണ് റെക്കോർഡുകൾ തകർത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഇറക്കിയ സയൻസ് ഇതിഹാസ മിത്തോളജി മൂവിയായ കൽക്കി 2898 AD ആണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. യഥാർത്ഥ സംഭവങ്ങളെ കോർത്തിണക്കി തിയേറ്ററിലെത്തിയ 12th ഫെയിലാണ് 3ാം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. വിക്രാന്ത് മാസിയായിരുന്നു ചിത്രത്തിലെ ലീഡ് റോൾ ചെയ്തിരുന്നത്. ഗ്രാമീണ ഇന്ത്യയെ വരച്ചുകാട്ടി പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമാണ് കിരൺ റാവു സംവിധാനം ചെയ്ത ലപ്പാത്ത ലേഡീസ് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് ലഭിച്ചത്. ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി കൂടിയാണ് ഈ സിനിമ. എന്തായാലും ലപ്പാത്ത ലേഡീസ് 4ാം സ്ഥാനത്താണുള്ളത്. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് തെലുങ്ക് സൂപ്പർ ഹീറോ ചിത്രമായ ഹനുമാനാണ്. 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് വിജയ് സേതുപതിയും അനുരാഗ് കശ്യപ്പും നിറഞ്ഞാടിയ മഹാരാജയാണ്. നിരവധി പ്രേക്ഷക പ്രശംസയാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും മഹാരാജയെ തേടിയെത്തുന്നത്. ചൈനയിൽ പോലും റെക്കോർഡ് കളക്ഷനായി മുന്നേറുകയാണ് ഈ സിനിമ. ഇന്ത്യൻ പ്രേക്ഷകരെ അതിശയിപ്പിച്ച മലയാളം സിനിമയായ മഞ്ഞുമൽ ബോയ്സ് നിൽക്കുന്നത് 7ാം സ്ഥാനത്താണ്. ഒരു സർവൈവൽ ത്രില്ലറായ ചിത്രം റെക്കോർഡ് കളക്ഷനാണ് നേടിയത്. വിജയ് നായകനായ ഗോട്ടാണ് ഗൂഗിൾ തിരച്ചിലിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പ്രഭാസ് നായകനായ സലാറാണ് 9ാം സ്ഥാനത്തുള്ളത്. ഡയലോഗുകൾ കൊണ്ടും സംഗീതം കൊണ്ടും തരംഗം തീർത്ത ഫഹദ് ഫാസിലിന്റെ ആവേശമാണ് 10ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഫഹദിന്റെ എക്കാലത്തെയും മികച്ച ഹിറ്റ് സിനിമയായി മാറിയ ആവേശം ദേശീയ തലത്തിലും പ്രേക്ഷക കയ്യടി നേടിയിരുന്നു. 2024 ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ഈ 10 ചിത്രങ്ങളിൽ 6 ദക്ഷിണേന്ത്യൻ സിനിമകളാണ് എന്നുള്ളത് എന്തുകൊണ്ടും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്.